ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മുൻ വർഷങ്ങളിൽ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ അതിന്റെ 10 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. സജീവ് കമൻസ്ഡ് ബിസിനസ് ഓൺ 1st January 2018 with a capital of ₹25,000. He immediately bought furniture for ₹6,000. During the year, he borrowed 15,000 from his wife and introduced a capital of his own amounting to 9,500. 25,000 ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫർണിച്ചർ വാങ്ങി, പിന്നെ വൈഫിന്റെ അടുത്ത് നിന്ന് 15,000 റുപ്യ പിന്നെ ബോറോ ചെയ്തിട്ടുണ്ട്. ലോണാണ് കേട്ടോ. പിന്നെ ക്യാപിറ്റൽ ഫർദർ ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ഹിസ് ഓൺ അമൗണ്ടിങ് 9,500. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു പോയിന്റ്. ഇനി he had withdrawn 900 at the end of each month for family expenses on 31st December. ഫസ്റ്റ് പറഞ്ഞത് ഓപ്പണിംഗ് ആണ്, ഇത് ക്ലോസിംഗിലേക്കുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞ ജനുവരി 1 കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം താഴെ വരുന്നത് ക്ലോസിംഗിലുള്ള കാര്യങ്ങളാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഫർണിച്ചർ 10% ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റും ലോസും കാണാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് 31st December ക്ലോസിംഗിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഓരോ അസറ്റുകളും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും ലയബിലിറ്റിയും കൊടുക്കാം. പിന്നെ ലോണ് അതൊന്ന് ശ്രദ്ധിക്കുക. ലോൺ ഫ്രം മെസ്സിയെ എന്താണ് 15,000. ഇത് ഈ ഡീറ്റെയിൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യാം, അസറ്റ് സൈഡിൽ 54,000 ഉണ്ട്, ലയബിലിറ്റി സൈഡിൽ അതില്ല. അപ്പോൾ 54,000 എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ക്യാപിറ്റൽ അറ്റ് എൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ക്യാപിറ്റൽ അറ്റ് എൻഡ് എടുത്തു. ഡ്രോയിങ്സ് ഓരോ മാസവും 900 വെച്ച് എടുക്കുമ്പോൾ ഉള്ള എമൗണ്ട് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ 9,500, ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000, അങ്ങനെ 34,500. ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ശേഷം ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക? കുറച്ചു കൊടുക്കാം. ഡിപ്രീസിയേഷൻ കുറച്ചു കൊടുക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എന്താണ്? ഫർണിച്ചറിന്റെ 10% അല്ലേ, 6,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങിയെന്നല്ലേ പറഞ്ഞേ. അപ്പം ബാലൻസ് ഉള്ളതാണ് പ്രോഫിറ്റ്. ഈ രീതിയിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാം. ശേഷം നമ്മൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ആണ്. മുമ്പ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി അപ്പം തൽക്കാലം ചെയ്തു വെച്ചുള്ളൊരു ബാലൻസാ. ഇനി യഥാർത്ഥ ഡിപ്രീസിയേഷൻ പോലത്തെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് യഥാർത്ഥ ബാലൻസ് ഷീറ്റ്. അത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തു. ഫർണിച്ചറും അത് കുറച്ചു. ഈ രീതിയിൽ ചെയ്തു. പിന്നെ എന്താണ്, ലോണും കൊടുത്തു. ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ്, അതിൽ പ്രോഫിറ്റ് ഇപ്പൊ കണ്ടെത്തിയ പ്രോഫിറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം ഡ്രോയിങ്സ് അഡീഷനും ആഡ് ചെയ്തു. ഡ്രോയിങ്സ് കുറച്ചു. അങ്ങനെ നമ്മുടെ എമൗണ്ട് എന്ത് ചെയ്തു? 36,450 എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇത് എന്താണ് മറ്റേ രീതിയിൽ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചതാണ് കേട്ടോ. ഈ 36,450 വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു വരാൻ പറ്റും. അപ്പോഴും ഈ പ്രോഫിറ്റ് വർക്ക്ഔട്ട് ആവും എന്നുള്ളത്. ഇതിന്റെ ആവശ്യമില്ല, ഞാൻ മറ്റത് കൂടെ തീർക്കും. ഇത് പിന്നെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റ് വെച്ച് ചെയ്താൽ ഇതേപോലെ ആൻസർ കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രം. ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ നേരത്തെ ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മുടെ അടുത്തുള്ള ഡാറ്റ വെച്ചിട്ടും നമുക്ക് ഇതൊക്കെ ചെയ്യായിരുന്നു എന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതോടുകൂടെ